ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിഡിലൻ ഡിന്നർ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീക്കെൻഡ് ദിവസം വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു അടിപൊളി ദോശ റെസിപ്പിയും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു സിമ്പിളായിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായൊരു ദോശ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. ഞങ്ങൾ എപ്പോഴും കുറച്ച് നേരത്തെ തന്നെ ഡിന്നർ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൈകിട്ട് കുറച്ച് നേരത്തെ തന്നെ ഡിന്നർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത ശേഷമാണ് ഞാൻ ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. പിന്നെ വീക്കെൻഡാണ്. പിന്നെ അതുപോലെ മക്കളെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് അവർ കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആവും റോസ് എത്താൻ. പിന്നെ ഒരു 5 മണിയാവും റീനെത്താൻ. അപ്പോൾ റോസുവിന് ഉള്ള ഫുഡ് കൊടുക്കാൻ കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തിടാൻ വേണ്ടിയിട്ട് രാവിലെ ടിഫിൻ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ റൈസാണ്. അപ്പോൾ ഫുഡ് കഴിച്ച ശേഷം ആനുവൽ ഡേ പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. അല്ലെങ്കിൽ ചിലപ്പോൾ അവളിങ്ങനെ കളിക്കുന്ന സമയമാണെങ്കിൽ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഉറങ്ങിയ ശേഷമാണ് ഞാനിപ്പോൾ ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസ്. ഇപ്പോൾ തുടങ്ങിയ ശേഷം സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഞാൻ രാത്രിയിൽ ആ ഒരു സമയത്ത് തന്നെ കാണാറില്ല. അതിന് പകരം കാച്ചപ്പിൽ ഇതുപോലെ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് നല്ല ഫ്രീ ആയിട്ട് കാണാമല്ലോ നമുക്ക്. അപ്പം ചില ദിവസങ്ങളിൽ രാവിലെ കാണും, അല്ലെങ്കിൽ ഇതുപോലെ ഡിന്നർ ഉണ്ടാക്കുന്ന സമയത്ത് കാച്ചപ്പിൽ കാണാറാണ് പതിവ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഡിന്നർ ഒരു സ്പെഷ്യൽ ഡിന്നറാണ്. നല്ലൊരു അടിപൊളി ദോശയുടെ റെസിപ്പിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു മട്ടൻ കറി റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മട്ടൻ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ അരിയാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1 കിലോ മട്ടൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 വലിയ സവാള എടുക്കുന്നുണ്ട്, 2 തക്കാളി, 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം കൂടി ചതച്ചത്. ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം വേണ്ട ചേരുവകൾ. അപ്പോൾ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ആദ്യം ഒന്ന് അരിഞ്ഞ് വെക്കാം. അതും ഞാൻ ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ട് അരിയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയം ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വലിയ ജീരകം ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് വലിയ ജീരകം. ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്കിതിലേക്ക് അത്യാവശ്യം വേണ്ട ചേരുവകൾ. പിന്നെ മട്ടൻ 1 കിലോ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രീസറിന് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കണം. കുറച്ച് വലിയ പീസാണിത്. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലാണ് ഇതിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുപോലെ ഇതിപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ട് കട്ടിയായിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 വലിയ സവാളയാണ് ചേർത്ത് വഴറ്റുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ ഏകദേശം ഒന്ന് സോഫ്റ്റായിട്ട് വന്ന ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം ഇതെല്ലാം കൂടി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. 3 വേണമെങ്കിൽ ചേർക്കുക, എരിവ് ആവശ്യമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ അധികം എരിവ് ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ഒന്ന് ആ ഒരു പച്ചമണം മാറി വന്നോട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ കൂടുതലും മല്ലിപ്പൊടിയാണ് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറ്. ഒരു 4 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. ഒരു 1-2 മിനിറ്റ് ആ ഒരു പച്ചമണം മാറിക്കോട്ടെ, ആ ഒരു മസാലയുടെ കുത്ത് മാറിക്കോട്ടെ. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം
നമുക്കതിലേക്ക് മട്ടൺ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തത് ചേർത്ത് കൊടുക്കാം. മട്ടണിൽ ഞാൻ വല്ലാണ്ട് വെള്ളം വാർത്തെടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒന്നുകൂടെ. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇപ്പോൾ മട്ടന് വേവിക്കാൻ പോകുന്നത്. അധികം വെള്ളം വേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് ദോശ ഒന്ന് റെഡിയാക്കി എടുക്കാം. ദോശയിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് റെഡിയാക്കാനുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും, പിന്നെ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 3 ചെറിയ ഉള്ളി, അല്ലെങ്കിൽ വലിയ ഉള്ളി ആണെങ്കിൽ ചെറിയൊരു കഷ്ണം വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ പച്ചമുളക് എരിവ് വേണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പരുവത്തിൽ, ഈ ഒരു പരുവത്തിൽ ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതോടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ബ്ലെൻഡറിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രയാണ് പൊടി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം. അപ്പം ആദ്യം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 കപ്പിലേക്ക് 4 കപ്പ് വെള്ളം വേണം. അപ്പോൾ ലാസ്റ്റത്തെ കപ്പ് ഞാൻ പൊടി ഇട്ട് കൊടുത്ത ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുക, പിന്നെ പൊടി, പിന്നെ വെള്ളം, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒട്ടും തന്നെ കട്ടി പാടില്ല, നല്ല ലൂസായിട്ടൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ നീർദോശയുടെ ബാറ്ററാണ്. ഇതിലേക്കാണ് നമ്മൾ ബാക്കി ചേരുവകളൊക്കെ ചേർക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. ഒരു 4-5 വിസിൽ വരണം കേട്ടോ. മട്ടൻ എത്രത്തോളം വേവുണ്ട് അതിനനുസരിച്ച് വിസിലടിക്കുക കേട്ടോ. ചില മട്ടൻക്ക് അധികം വേവ് ഉണ്ടാവില്ല, ചിലത് നന്നായിട്ട് വേവ് ഉണ്ടാവും. അപ്പോൾ അതാ ഞാൻ ദോശയുടെ പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് അധികം ഓയിൽ വേണം. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഓയിൽ എടുത്തിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിലിലേക്കാണ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാ മിക്സ്ചർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 30 സെക്കൻഡൊക്കെ വഴറ്റിയാൽ മതി, ഒരുപാട് വഴറ്റണ്ട. എന്നിട്ട് ഈ ദോശയുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് നേരം തേങ്ങ വഴറ്റരുത് കേട്ടോ, അപ്പോൾ പാന് കേടി വരും. എന്നിട്ട് ആ പാൻ ഒന്ന് കഴുകിയെടുത്ത ശേഷമാണ്, അല്ലെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത ശേഷം വീണ്ടും അതിലേക്ക് നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുക. നന്നായിട്ട് ഓയിൽ തടവണം കേട്ടോ, സ്പ്രെഡ് ചെയ്യണേ. ഓരോ ദോശ ഒഴിക്കുമ്പോഴും ഓയിൽ സ്പ്രെഡ് ചെയ്യുക, കാരണം നമ്മളിതിലേക്ക് തേങ്ങാ മിക്സറൊക്കെ ചേർത്താണ്. ഇനി നമ്മൾ നീർദോശയൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിക്കുക. അപ്പോൾ ഈ ഒരു ദോശ നമ്മുടെ നീർദോശയുടെ പോലെ തന്നെയാണ് അതിൻ്റെ വേവൊക്കെ. പിന്നെ ടേസ്റ്റ് ആണെങ്കിൽ ഇതിലേക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു ചായ മതിയാകും. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ടിഫിൻ ബോക്സ് കൂടിയാണ്. ഒന്നും വേണ്ട, കറികളോ സൈഡ് ഡിഷ് ഒന്നും വേണ്ടി വരുന്നില്ല. അപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ഡാർക്ക് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ടുള്ളൊരു ദോശയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ക്രിസ്പായിട്ടുള്ള ദോശയാണ്. ക്രിസ്പാക്കിയിട്ട് വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ അധികം ക്രിസ്പ് ആവുന്നതിന് മുമ്പേ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നേരത്തെ നോക്കിയപ്പം ചട്നിക്കായിട്ടുള്ള അത്രയും തേങ്ങയില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് തയ്യാറാക്കാമെന്ന്. സ്കൂളിലെ ദിവസമായിരുന്നു, എല്ലാവർക്കും മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തിട്ടും ചെയ്തു. അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടും ചെയ്തു. സൈഡ് ഡിഷൊന്നും ഇല്ലാണ്ട് കൊടുത്തിടാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൽ ഞാനൊരു 5 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മട്ടന് അത്യാവശ്യം നന്നായിട്ട് വേവ് ഉണ്ടായിരുന്നു. അപ്പോൾ ചില മട്ടനക്ക് 1 വിസിൽ വന്നാൽ തന്നെ വേവ് കിട്ടും, അപ്പോൾ അത് നോക്കാം കേട്ടോ. അപ്പോൾ മട്ടൻ നന്നായിട്ട് ഒന്നുകൂടെ ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വറവിട്ട് കൊടുക്കാനാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വറവിട്ട് കൊടുക്കാനായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദോശയുടെ റെസിപ്പിയും പിന്നെ അതുപോലെ നല്ലൊരു അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ്. പ്രത്യേകിച്ച് ദോശയുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ളൊരു ദോശയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വൈകിട്ടുള്ള ചായ കുടിക്കുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാറ്. മക്കൾ രാത്രിയേ കഴിക്കുള്ളൂ, അവർ കിടക്കാൻ നേരെ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ സമയത്ത് ചെറുതായിട്ട് ദോശ എന്തെങ്കിലും കഴിച്ചിട്ട് ഹെവി ആയിട്ട് കിടക്കാൻ നേരെ കഴിക്കുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ കഴിക്കും. എപ്പോഴും നമ്മൾ ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പം ഇപ്പോൾ സമയം 6:45 6:30 ഒക്കെ ആവുന്നുള്ളൂ. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നിസ്കാര ശേഷമാണ് ഞങ്ങൾ സാധാരണ ഡിന്നർ കഴിക്കാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീര ദോശയും മട്ടൻ കറിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടി പറയാം. നല്ലൊരു അടിപൊളി ഗിവ് അവേ ഉടൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഗിവ് അവേ ആയിട്ട് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് മറക്കാതെ കാണാം. ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. അപ്പം വീഡിയോസ് മറക്കാതെ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.